ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുക്കാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ കുഴിച്ചു വെക്കാനുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തുള്ളതാണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് വിളവെടുത്തേക്കാം. വിളവെടുത്തിട്ട് താഴെ പോകാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് വയലറ്റ് പയറുണ്ടേ. ഇപ്പോൾ പയറിൻ്റെയൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള വയലറ്റ് പയറങ്ങ് വിളവെടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു പയർ നട്ട് അതിനകത്ത് വിള ഉണ്ടായി തുടങ്ങുമ്പോഴേ അടുത്ത പയർ വളർന്ന് കയറിയിട്ടുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഇതേലെ തീരുമ്പോഴേ അടുത്തതേലെ കിട്ടത്തുള്ളൂ. അപ്പം പയറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സമയത്തും മഴക്കാലമായാലും വേനൽക്കാലമായാലും എല്ലാ സമയത്തും, ഇപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പയർ. ഇപ്പോൾ തത്തമ്മ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുപോകും. അവർ ആളെ വിട്ടടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പയർ കിട്ടി, ബാക്കിയും കൂടെ എല്ലാം നമുക്കിന്ന് പറിച്ചെടുത്തേക്കാം. ഞാൻ സാധാരണ വിളവെടുക്കുമ്പോൾ നിങ്ങളോട് പറയുന്നതാണ്, ആ സമയത്ത് നിൽക്കുന്നതെല്ലാം ഒരുമിച്ചങ്ങ് വിളവെടുത്തോണം. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴും ഏകദേശം അതേ കണക്കിന് എടുക്കാൻ പറ്റും. ഇത്രയായിട്ടും കണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത നീളമുണ്ട് കേട്ടോ. ഒത്തിരിയും പേര് നമ്മളോട് ഇതിൻ്റെ വിത്തുകൾ മേടിച്ചെടുത്തിട്ടുമുണ്ട്. ഇതേപോലെ തന്നെ ഈ വയലറ്റ് പോലെ തന്നെ നല്ലതാണ് പച്ചയും. പിന്നെ ഇതിൻ്റെ കളർ കൊണ്ട് പച്ച ഇലയുടെ ഇടയ്ക്ക് ചുവന്ന നിറത്തിലുള്ള പയറുണ്ടായി നിൽക്കുന്ന കാണുമ്പം കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇവിടെയൊക്കെ അതേ കുറേശ്ശെ പാവയ്ക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പാവയ്ക്കയുടെ വിളവ് അത് ഏകദേശം തീരാറായതാണ്. ചെറിയ ചെറിയ പാവയ്ക്കകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അങ്ങോട്ട് ആർത്തലച്ച് വളരുന്ന പോലത്തെ സാധനങ്ങളില്ല. ഇനി അവിടെ നിൽക്കുന്നതിനെ എടുക്കണമെങ്കിൽ ഞാൻ അതിലേ വരണം. ഇത്രയും വയലറ്റ് പയർ കിട്ടിയേ. അപ്പോൾ നമുക്ക് വേറൊരു കാഴ്ചയിലേക്ക് പോവാം. ഇത് കണ്ടോ പയർ, ഇത് പച്ച നിറത്തിലുള്ളതാണേ. ഇത് നമ്മൾ നേരത്തെ തന്നെ നട്ടതാണ്. അപ്പോൾ ആ എലിയുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പാത്രത്തിനകത്തോട്ട് തന്നെ ഞാൻ കൂടുതൽ പയറുകളായിട്ടതേ. കാരണം കുറച്ചൊക്കെ എലി കൊണ്ടുപോയാലും ഒരു 3-4 എണ്ണമെങ്കിലും വളർന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ എലി ഇവിടം വിട്ടിട്ടുണ്ടല്ലോ, ഇതിനേക്കാൾ നല്ല സ്ഥലം കിട്ടിയപ്പം അവൻ അങ്ങോട്ട് പോയി. ഇത് കണ്ടോ ഒരു പടവലങ്ങയാണേ. ഒട്ടും മൂത്ത് പോയിട്ടൊന്നുമില്ല, നല്ല സൂപ്പർ പടവലങ്ങയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് വയ്ക്കുക. പിന്നെ ഇവിടെ 5-6 പയറുകളുണ്ട്. ഒരുമാതിരി വിളഞ്ഞതിനെയൊക്കെ നമുക്കങ്ങോട്ട് പറിച്ചെടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഈ പന്തലയിലോട്ടും കയറി ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പാവലിൻ്റെ വള്ളി മുറിച്ച് കളയാനുണ്ടേ. അപ്പം നമ്മൾ ആ പാവലിൻ്റെ വള്ളിയെ പിടിച്ച് വലിക്കുമ്പം ചിലപ്പോൾ പയറായിരിക്കും മുറിഞ്ഞു പോകുന്നത്. ഇതുണ്ട് ഈ പയർ കണ്ടോ, ഇതിൻ്റെ അറ്റം ഇങ്ങനെ നേർത്തതായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സാധാരണ പയർ നടുമ്പോൾ എല്ലാ പയറുകൾക്കും ഇങ്ങനത്തെ ഒരു കുഴപ്പം വരാറുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അധികം പയറുകൾക്കും വന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബോറോൺ ചേർത്ത് കൊടുക്കുവാണ് മണ്ണിൽ. ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ നീറ് വന്നതുകൊണ്ടേ നമുക്ക് മുഞ്ഞയുടെ ശല്യം പയറിനിട്ട് കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ ഓർത്തോണം, പുളിയുറുമ്പുകളെ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ കയറ്റി വിട്ടാൽ ഈ പുഴുവിൻ്റെ ശല്യവും അതുപോലെ മുഞ്ഞയുടെ ശല്യവുമൊക്കെ നല്ലൊരു പരിധി വരെ നമുക്ക് കുറഞ്ഞു കിട്ടും. കണ്ടോ, നല്ല പയറാണ്, ഒട്ടും മൂത്ത് പോയിട്ടില്ല. ഞാൻ ഇച്ചിരി നേരത്തെയാണ് ശരിക്കും പറഞ്ഞാൽ വിളവെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതേ കുറച്ച് വയലറ്റ് പയറും കുറച്ച് പച്ചപ്പയറും കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മുടെ കുറ്റിപ്പയർ കണ്ടോ, ദേ ഇവിടം വരെ ആയിട്ടുണ്ട്. ഈ ഒരു പടവലങ്ങയും കൂടെ ഞാൻ വിളവെടുക്കുവാണേ. മറ്റേതിൻ്റെ അത്രയും തന്നെ വലിപ്പം വന്നില്ല. അതിന് ആ ഉണ്ടായ സമയത്ത് ഇവിടെ എങ്ങാണ്ട് തട്ടിയോ ഉടഞ്ഞോ ഒക്കെ അങ്ങനത്തെ ഒരു ഷേപ്പിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വലിയ ഒരുമാതിരി വലിയ പടവല നമുക്ക് മുമ്പേ കിട്ടിയതേ. അതിൻ്റെ കൂടെ ഇതും കൂടെ മതി നമുക്കൊരു തോരൻ വയ്ക്കാൻ. ഇത് കണ്ടോ, മഴ ആയതുകൊണ്ടാണ് പാകമായിട്ട് നമ്മൾ പെട്ടെന്ന് പറിച്ചെടുത്തില്ലെങ്കിൽ ഇതേപോലെ പൊട്ടിപ്പോകും. ഇങ്ങനെ പൊട്ടിപ്പോകുന്ന കായ്കളെ നമ്മൾ തോട്ടത്തിൽ ഇട്ടേക്കരുത്. അപ്പോഴാണ് കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ദേ ഇവിടെ ഒരു നല്ല പാവയ്ക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതങ്ങ് പറിച്ചെടുത്തു. അവിടെ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ നമ്മുടെ ഇവിടെ പാവയ്ക്ക പിടിക്കുന്നുണ്ട്. ദേ അടതാപ്പുണ്ടേ.
അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും അടതാപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ചെറിയ അടതാപ്പുകളായിരിക്കും ഞാൻ അയച്ചു തരുന്നത്. കാരണം വലിയ അടതാപ്പ് അയച്ചു തരണമെങ്കിൽ ഒത്തിരി പൈസയാകും കേട്ടോ. പക്ഷേ ഈ അടതാപ്പെന്ന് പറയുന്നത് നമുക്ക് സാമ്പാറിനകത്തൊക്കെ ഇട്ട് ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എന്നോട് പറയുന്നുണ്ടായിരുന്നു മെഴുക്ക് പുരട്ടി വെച്ചാലും സൂപ്പറാണെന്ന് കേട്ടോ. ദേ ഈ ഒരു പാവയ്ക്കയും കൂടെ അങ്ങോട്ട് വിളവെടുക്കുവാണേ. ഇവിടെ കണ്ടോ, ഇതൊരു 2 പയറാണേ. അതേലോട്ട് കയറി ഈ സാലഡ് കുക്കുംബറിൻ്റെ തൈകളായത്. അവർ കയറി ഇതേക്കൂടെ വരും. അവർക്ക് കയറി പോകാനായിട്ട് എന്നോട് കയറൊക്കെ കൊടുത്തതാണ് കണ്ടോ. അപ്പം നമ്മളിതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി, അവർ അതിലേക്കൂടെ പൊക്കോളും. പിന്നെ അതേ ഒരെണ്ണം കണ്ടോ, അത്യാവശ്യം പാവയ്ക്ക നമുക്കിപ്പം സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ വളർത്തിയെടുക്കുന്ന പാവയ്ക്കൊക്കെയാണേലുണ്ടല്ലോ കയ്പ്പ് കുറവാണ്. നമ്മുടെ പീച്ചിൽ ഇതേ രണ്ടാമത് അടുത്ത സെറ്റ് ഉണ്ടായി തുടങ്ങുന്നുണ്ടോ. ഇത് ഇവിടെ ഉണ്ട്, പിന്നെ ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് അവരങ്ങ് ഉണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. ഒരു സെറ്റ് വിളവ് കഴിഞ്ഞത് അവരുടെ. ഈ പാവയ്ക്ക നമുക്കങ്ങ് വിളവെടുക്കാവേ. കണ്ടോ, പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ വരുമ്പം പൊട്ടി തകർന്ന് കിടക്കും. ഇത് കണ്ടോ, നമ്മുടെ കുറ്റിവാളമര നിറയെ മുട്ടിട്ടിരിക്കുവാണേ. ഇത് 1, 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ കമ്പുകളിൽ അപ്പുറത്തെ സൈഡിലേക്കും ഒക്കെ നിറയെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇവിടെ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആയി. ഇവിടെ 2 തക്കാളി ഉണ്ടേ, വിളഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. നമുക്ക് അപ്പുറത്തെ തക്കാളിയെ കാണും ഒരെണ്ണം. അതും കൂടെ നമുക്കൊന്ന് പോയി വിളവെടുക്കാവേ. ഇത് നമ്മുടെ ആദ്യത്തെ ചുവട് തക്കാളിയാണേ. മുന്നോട്ട് പൂക്കുന്നുണ്ടോയെന്ന് നോക്കണം, അല്ലെങ്കിൽ ഇത് വെട്ടിക്കളഞ്ഞേച്ച് നമുക്ക് ഇനിയിപ്പോൾ ചീരയൊക്കെ വെക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. മഴ മാറിയിട്ട് ചെയ്താൽ മതി. നമ്മൾ തൈകൾ മാറ്റി നടുമ്പം ചെറിയ ചീരത്തൈകളെ മാറ്റി നട്ടാൽ തൊള്ളി തെറിച്ചാൽ അവരെല്ലാം പെടന്നു പോവുകയും ഒടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് മഴ കുറച്ച് ശമിച്ചതിന് ശേഷം നമുക്ക് ചീരത്തൈകളെ മാറ്റി നടാവുന്ന സമയമാണ്. അതുപോലെ ഇതങ്ങ് പറിച്ചേക്കാം. തക്കാളി ഉണ്ടോ, ഇത്രയും വലുതായത് കാരണം നമ്മുടെ കൈക്കകത്ത് നിൽക്കുമല്ല. ഇത് കണ്ടോ, ഇത് നീളിച്ച പാവയ്ക്കയാണേ. ചിലത് ഉരുണ്ട് വരുന്ന പാവയ്ക്കയുണ്ട്. ഇവിടെ തന്നെ പല തരത്തിലുള്ള പാവയ്ക്കയുണ്ട്. തീരെ ചെറുതുണ്ട്, അതിനേക്കാൾ വലുതുണ്ട്, ഇതുപോലെ നീണ്ടു വരുന്നതുണ്ട്. അല്ല നമ്മുടെ സാധാരണ വെള്ളപ്പാവയ്ക്ക ഉണ്ടല്ലോ, നീണ്ടു ഉരുണ്ട ഒരു പാവയ്ക്ക. അങ്ങനെ പല ടൈപ്പ് പാവലാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മളിങ്ങനെ പച്ചക്കറി തോട്ടത്തിൽ നട്ട് വളർത്തുമ്പോൾ അപ്പോൾ പല സൈസുകൾ നമ്മൾ നട്ട് വളർത്തണം. പിന്നെ ചെറിയ പാവയ്ക്കയുടെ ആവശ്യമുള്ളൂ നമ്മുടെ വീടുകളിൽ. ചെറിയ പാവയ്ക്ക ഉണ്ടാകുന്നെങ്കിൽ കൂടുതൽ എണ്ണം ഉണ്ടാകും. അപ്പോൾ ഒരു 3-4 എണ്ണം പറിച്ചാൽ, അല്ലെങ്കിൽ ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് തോരൻ വയ്ക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഒരു വെറൈറ്റി സാലഡ് കുക്കുംബറാണേ. ഇതേ ഉണ്ടായി വരുന്നുണ്ടോ, ഇങ്ങനെ ഉണ്ടായി വരുവാണ്. ഇവിടെയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അവരങ്ങോട്ട് പടന്ന് കയറി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ചെടി കണ്ടോ, തക്കാളി ഇനി അടുത്ത സെറ്റ് പാകമായി തുടങ്ങുന്നതാണേ. ഈ ചെടി കണ്ടപ്പോഴാണ് ആൾക്കാർ പല തരത്തിലുള്ള പേരാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതെന്നതാണെന്ന് ഞാൻ ചോദിച്ചപ്പം പല സാധനങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ചിലരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഇതെന്ന് പറിച്ചെടുക്കുന്നതാണ്. കണ്ടോ, വഴുതനങ്ങ. അത് ഇപ്രാവശ്യം ഒരു 2 എണ്ണം നമുക്ക് വിളവെടുക്കാനുള്ളൂ കേട്ടോ. പിന്നുണ്ടോ, ഇതേ കാണുന്നില്ല. നമ്മുടെ കാപ്സിക്കം വലുതായി വരുക കേട്ടോ. ഇതുണ്ടോ, ഇത്രേ ആയിട്ടുണ്ട് കണ്ടോ. അതേപോലെ തന്നെ ഏകദേശമായിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടോ, 3-4 എണ്ണം പിടിച്ചിട്ടുണ്ട്. ഈ ചെറിയ ചെടിയെ മാത്രം ഇല്ലയെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. ഉണ്ടായി വരുന്നുണ്ടോ, നല്ല കുഞ്ഞായിട്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വിളവെടുത്തിട്ടുണ്ടേ. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നതിന് മുന്നേ ഈ കുളം കാലിയായിട്ട് കിടക്കുവാണേ. അപ്പം ഞാൻ അവിടോട്ട് ശകലം നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഒരു പാവയ്ക്ക ഇങ്ങനെ പൊട്ടി തുറന്ന് അവിടെ വീണതാണ്, അതവിടെ കിടന്നോട്ടെ. അപ്പം ഞാൻ ഇതേപോലെ ഇതിനകത്തെ മണ്ണിനെ ഒന്ന് ഇളക്കുവാണേ. നല്ല മണ്ണിളക്കം കണ്ടോ. ഇതുപോലെ മണ്ണിളക്കമുള്ള മണ്ണിലാണ് നമ്മൾ ചീര വെച്ചാൽ നല്ലതായിട്ട് വളർന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മയിൽപ്പീലി ചീരയാണേ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഓരോന്നോരോന്ന് നടത്തിയിട്ട് നടുക. എപ്പോഴും നമ്മൾ ചീരയുടെ തൈ നടുന്നതേ നല്ലോണം വെയിൽ കുറഞ്ഞ വൈകുന്നേരങ്ങളിൽ നടുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ഓരോന്ന് വീതമാണ് നടുന്നത്. ഇനി അറിയത്തില്ല, മഴ പെട്ടെന്ന് പെയ്താലും അതുപോലെ വെയിൽ പെട്ടെന്ന് വന്നാലും ഒക്കെ നമുക്ക് നഷ്ടം വരും. അപ്പം അങ്ങനെ വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരണം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും ചീര നടേണ്ടത് വൈകുന്നേരങ്ങളിലാണേ, നല്ലോണം വെയിലാറിയതിന് ശേഷം. അപ്പം ആ രാത്രി തന്നെ അവരങ്ങോട്ട് ചൂട് പിടിക്കും. പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു വാടലൊക്കെ കാണിക്കും, എന്നാലും അവർ എഴുന്നേറ്റ് പോരും. കണ്ടോ,
ഇതേപോലെ ഈ കോളത്തിനകത്ത് നിറച്ച് നമുക്ക് വെക്കാവേ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ മയിൽപ്പീലി ചീരയുടെ വിത്തുകളൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കൂടെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഏകദേശം നല്ല ഇനം നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിൽ, ചെറിയൊരു അടുക്കളത്തോട്ടത്തിന് വേണ്ടുന്ന ഏകദേശം എല്ലാ ഇനം നല്ല വിത്തുകളും, നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചിട്ടാൽ കിളുക്കണ്ടേ, അങ്ങനെ കിളുക്കുന്ന തരത്തിലുള്ള വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതെന്നോട് മേടിക്കുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളവർ, നമുക്കിപ്പം വിത്തുകളൊക്കെ എന്നോട് മേടിച്ചിട്ടുള്ളത് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളവർ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു വരിയിൽ മാത്രം നട്ടുപിടിപ്പിച്ചു. അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം ഇതിൽ എല്ലാം രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ എത്ര എണ്ണം രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം. ഞാൻ ഇത്രയുമേ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് തന്നെ ഇനി കുറേ കൂടെ ഉണ്ട്. അവരിവിടെ നിന്നോട്ടെ, കുറച്ചും കൂടെ വലുതായതിനു ശേഷം. ചീരയ്ക്ക് പിന്നെ അങ്ങനല്ല കേട്ടോ, ചെറുതായിരിക്കുമ്പോൾ മാറ്റി നട്ടാലും അവരങ്ങ് ചൂട് പിടിക്കും. ഇനി നമുക്ക് താഴെ പോകാവേ. മുറ്റത്ത് പോയിട്ടേ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടല്ലോ. ഇന്ന് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് മുറ്റത്താണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുവെച്ചിരിക്കുന്ന ബൊഗെയിൻവില്ലകളാണ് ഇതെല്ലാം കേട്ടോ. എല്ലാത്തിലും തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇലകളൊക്കെ കിളുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കാണിച്ചത് ഇല വരുന്നത് കണ്ടോ. ഇതേപോലെ എല്ലാ കമ്പുകളിലും കുഞ്ഞു കുഞ്ഞായിട്ട് ഇതൊക്കെ കണ്ടോ, കുഞ്ഞു തളിരിലകൾ വന്നു തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ ബൊഗെയിൻവില്ല അല്ല ചെയ്യുന്നത്, പകരം ഈ ചെമ്പരത്തിയാണേ. കണ്ടോ, ചില ചെമ്പരത്തികളിലൊക്കെ മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, എല്ലാം തന്നെ പല പല വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തികളാണേ. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തികൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ചെമ്പരത്തി വളർത്തണം. എങ്കിൽ മാത്രമേ നല്ല നല്ല പൂക്കളുണ്ടായി കിട്ടത്തുള്ളൂ. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം വേലി അരികിൽ കൂടെ ചെമ്പരത്തി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ചെറിയ വലിപ്പത്തിലുള്ളതും ഏകദേശം 1, 2, 3 ഒക്കെ വ്യത്യസ്തമായ കളറുകൾ മാത്രമാണ് ചെമ്പരത്തിക്ക് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതല്ല, പല പല വെറൈറ്റി, പല പല കളറിലുള്ള, പല സൈസിലുള്ള, പല അടുക്ക് പൂക്കളുള്ള ഒക്കെ ചെമ്പരത്തികൾ, അതും പണ്ടത്തെ പോലെ വേലി പോലെയും വലിയ ഒരു കാട് പോലെയും ഒന്നും വളർന്നു വരത്തില്ല. കുറ്റിച്ച് നിന്നിട്ട് നമുക്ക് നിറയെ പൂക്കൾ തരും. അങ്ങനെയുള്ള ചെമ്പരത്തികളെയാണ് നമ്മൾ ഇതുപോലെ ഇപ്പം മുറ്റത്തൊക്കെ സാധാരണ അധികം ആളുകളും നട്ടു വളർത്തുന്നത്. മറ്റ് ചെടികളെ പോലെ, ബൊഗെയിൻവില്ലകളെ പോലൊക്കെ തന്നെ ചെമ്പരത്തിക്കും ആരാധകരായിട്ടുണ്ട്. അപ്പം ചെമ്പരത്തി നമ്മൾ ഇതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നട്ടു വളർത്തണം. അതുപോലെ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ നനവും തണുപ്പും കിട്ടണം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്നാൽ അപ്പം തന്നെ വേരുകൾ ചീഞ്ഞു പോകുന്ന, ഇപ്പം നമ്മൾ ചെമ്പരത്തി വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, ഇലകൾ പെട്ടെന്ന് മഞ്ഞച്ച് വരും. അത് എപ്പോഴും വെള്ളം കൂടിപ്പോകുന്ന, വെള്ളം കുറഞ്ഞാലും ഇതേ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. എപ്പോഴും വെള്ളം കൂടിപ്പോകുന്നതാണ് ഇലകൾ മഞ്ഞച്ച് പോകാനുള്ള ഒരു കാരണം. പിന്നെ ചെമ്പരത്തികൾക്ക് നമ്മൾ ഈ ഇതുപോലെ നീണ്ട് ഇപ്പോൾ ഈ ചെമ്പരത്തിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലകളുടെ ഇടയിലും മുട്ടുകളായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അല്ലാതെ ഇങ്ങനെ ചെമ്പരത്തി പൊക്കം വെച്ച് പോകുകയെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചെറിയ രീതിയിൽ കൊമ്പ് കോതൽ നടത്തി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ ഒരു കൊമ്പ് കോതലിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ ചെറിയ ചെറിയ കമ്പുകളിൽ പോലും നിറയെ മുട്ടുകൾ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കൊമ്പ് കോതുന്നില്ല. അതുപോലെ കൊമ്പ് കോതി കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടമാനം മഴയുള്ള സമയത്തും ചെയ്യാൻ പാടില്ല. അതുപോലെ കൊടും വേനലിലും ഈ കൊമ്പ് കോതൽ, കമ്പ് മുറിച്ച് കളയുന്ന ഒരു രീതി ചെയ്യാൻ പാടില്ല. പിന്നെ സാധാരണയായിട്ട് ചെമ്പരത്തികളിൽ കാണുന്ന ഒരു രോഗം എന്ന് പറയുന്നത് മീലി ബഗ്സിൻ്റെ ഒരു വെളുത്ത നിറത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ വരും. എന്നിട്ട് ഇലയെ ചുരുട്ടിയൊക്കെ കളയും. ഇല ചുരുട്ടിപ്പുഴുക്കളും വരാറുണ്ട്. അതിനൊക്കെ ഏറ്റവും തുടക്കത്തിലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ സോപ്പ് വെള്ളം കലക്കി നല്ല കട്ടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കീടങ്ങളുടെയും മീലിമൂട്ടകളുടെയും ഒക്കെ ശല്യം നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഇതുപോലെ എപ്പോഴും പൂക്കൾ തരുന്ന ചെമ്പരത്തികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, പ്രത്യേകിച്ച് ചട്ടികളിലൊക്കെ നിൽക്കുന്ന ചെമ്പരത്തികളിലാണെങ്കിൽ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം എന്തെങ്കിലും തരത്തിലുള്ള ജൈവവളം ചെയ്തു കൊടുക്കണം. ചെമ്പരത്തി നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ജൈവവളമാണ് ചാണകപ്പൊടി കേട്ടോ. ഇത് ഞാൻ ചാണകപ്പൊടി കൊണ്ടുവന്ന് വെച്ചപ്പം അതിനകത്തൊരു അരണ കയറി. കണ്ടോ, ഞാൻ ഇത്രയും ചാണകപ്പൊടി അങ്ങോട്ട് കുടഞ്ഞിട്ടേ. ഇതിനകത്തോട്ട് പൂക്കളുണ്ടാകാൻ വളരെ നല്ലൊരു വളമാണ് എല്ലുപൊടി. അപ്പോൾ കുറച്ച് എല്ലുപൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ഇനി നമ്മളിതിനെ നല്ല പോലെ കൂട്ടി എടുക്കണം.
അപ്പം ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ. ഞാനിപ്പോൾ ഗ്ലൗസൊന്നും ഇട്ടിട്ടില്ല. ഇത് ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ നല്ലവണ്ണം കൂട്ടി ഇളക്കി കേട്ടോ. ഈ ചട്ടിയിലെ ചെടിക്ക് നമുക്ക് ഇച്ചിരി വളമിട്ട് കൊടുക്കാവേ. അപ്പോൾ വളമിട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിവരുടെ ചുവടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള ഇത് ചെറിയ ചെറിയ വേരുകളൊക്കെ കണ്ടോ. അപ്പം അതേപോലെ ചെടിയുടെ ചുവട്ടിലെ മണ്ണിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വളമാണ്. ഇതിപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പരമാവധി എല്ലാ വളങ്ങളും ഈ തണ്ടയിലും ഒന്ന് മുട്ടാതെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ എല്ലാ ചെടിക്കും ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചട്ടിക്കകത്ത് വെക്കുന്നവരാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിലേ ഒരു ചെറിയ സ്പൂണ് ഒരു അര സ്പൂണ് എപ്സം സോൾട്ടും കൂടെ കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ മണ്ണുമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെ ഇപ്പം നമ്മൾ മണ്ണ് ഇളക്കിയതാണല്ലോ, അതിൻ്റെ മുകളിലോട്ടൊരു കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഈ വളം പെട്ടെന്ന് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട് നല്ലതാണേ. ഇനിയിപ്പോൾ ഞാൻ ഈ മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം കുറച്ച്. അപ്പം നിങ്ങൾ പോയി എൻ്റെ ഫലനോസിസിൻ്റെ ചെടിയുടെ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു. ഇതും എടുത്തു. ഇതിൻ്റെ ചുവട്ടിൽ മണ്ണും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫലനോപ്സിസിൻ്റെ പൂക്കളൊക്കെ ഇഷ്ടമായോ? നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഡെൻഡ്രോബിയത്തിൻ്റെ പൂക്കളും ഇന്നത്തെ ഫലനോപ്സിസിൻ്റെ പൂക്കളും കണ്ടിട്ടുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിലേത് പൂവാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും പറയാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പം നമുക്കിതിനെ ഇതിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വെക്കാം. അപ്പം അതേ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നുണ്ടോ, കണ്ടോ? അങ്ങോട്ടുണ്ടായി. ഇതൊക്കെ ഇതിലും നല്ല വലിപ്പം വരുന്നതാണ്. സൈഡുകളിൽ കൂടെ ചെറിയ കളർ വേരിയേഷനൊക്കെ വരുന്ന പല കളറാണ് ഇതിനകത്ത് കാണുന്ന. നടുക്കൊരു നല്ല ഡാർക്ക് മഞ്ഞ, എതളിന് ചെറിയ മഞ്ഞ, സൈഡുകളിലെല്ലാം കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡും വരാറുണ്ട്. ഇത് കണ്ടോ, ഇതെനിക്ക് മാറ്റി നടാനുള്ള ഒരു ചെടിയാണ്. ഇങ്ങനെ നമ്മൾ ചെമ്പരത്തി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നാലും കുറച്ച് ദിവസം നമ്മളിത് എവിടെ വെച്ചാണോ വളർത്തുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ വെക്കണം. എന്നിട്ട് ആ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചെടിയെ മാറ്റി നടാവുള്ളേ. അപ്പം ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഇത് നടാനുള്ള ചെടിച്ചട്ടി ഇതാണ്, ഇതിനകത്ത് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ മാറ്റി നടുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവറൊന്ന് പതുക്കെ കീറിയിട്ട് വെള്ളത്തിൽ വെക്കും കേട്ടോ. അതിൻ്റെ മണ്ണിൻ്റെ രീതി നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. നല്ല മണ്ണാണ്, ചില നഴ്സറിക്കാരാണെങ്കിൽ നല്ല മണ്ണിനകത്താണ് നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ മണ്ണും കളയണമെന്നൊന്നുമില്ല. നമുക്കത് ഞെക്കി നോക്കുമ്പോൾ അറിയാം. വേരോട്ടം കിട്ടുന്ന മണ്ണാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല മണ്ണ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തെ കുറച്ച് മണ്ണൊക്കെ ഞാൻ മാറ്റുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപടി തന്നെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണേ. അപ്പം നമുക്കിത് നടാനുള്ള ചട്ടിയും കൂടെ ഒന്ന് ഒരുക്കിയെടുക്കാം. ഇപ്പം ഈ ചട്ടിക്കകത്തെന്ന് പറഞ്ഞാൽ അടിയിൽ മുഴുവനും ഉണങ്ങിയ ഇലകളിട്ട് ഈ മണ്ണിൻ്റെ ഇളക്കം കണ്ടോ, അടി മുഴുവനും ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ടിട്ട് ഇതിനെ മാറ്റി നടാൻ പാകത്തിന് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേ നല്ലൊരു കുഴി ഉണ്ടാക്കിയിട്ട് കണ്ടോ, ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ചെറിയ ചൂടല്ലേ ഉള്ളൂ അതിന്, ബാക്കി നമ്മൾ മണ്ണ് പൊട്ടിച്ച് കളഞ്ഞില്ലേ. അപ്പം നമ്മുടെ ഈ വളം നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്ന ഈ വളത്തിൻ്റെ ഒരു കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ ഈ ചെടി കണ്ട വേരൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ആ വേരോടെ എടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ താഴ്ത്തി വെക്കുവാണേ. കണ്ടോ, എന്നിട്ടിങ്ങനെ മണ്ണിട്ട് ഉറപ്പിക്കും. ഇനി ഈ സൈഡിലോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടെ ഒക്കെ കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ ഞാനിതിനൊന്നും കൊടുക്കുന്നില്ല, വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെടി നമ്മൾ മാറ്റി നടുമ്പം 1-2 ദിവസത്തേക്ക് തണലത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ രീതി എന്ന് പറഞ്ഞാൽ ഓടി ഓടി മഴ വരുന്ന നല്ല വെളിച്ചം, നല്ല വെയിലും ചൂടും കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കുമ്പം
തണലത്തേക്ക് മാറ്റി വെച്ചോണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഞാൻ അവർക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ ഒരാളെ കൂടെ ചുവട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെമ്പരത്തിയൊക്കെ കടകളിൽ നിന്നും നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇതേപോലെ നിങ്ങൾ മാറ്റി നട്ടോണം. നല്ല ഭംഗിയാണിന്ന് പലതരത്തിലുള്ള ചെമ്പരത്തിയുടെ പൂക്കൾ കിട്ടുന്നത് കൊണ്ട് നമ്മൾ റോസയൊക്കെ പോലെ തന്നെ നടാം. റോസയ്ക്കുള്ളത്ര പരിചരണം ഇവർക്ക് ആവശ്യവുമില്ല. നല്ല ഭംഗിയുള്ള പൂക്കൾ ഇവർ തരികയും ചെയ്യും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടീനിയം അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം പല തരത്തിൽ അന്ന് ആ മഴക്കാലത്തുണ്ടായിരുന്നതല്ലാത്തതേ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ. നല്ലൊരു ചന്ദന കളറെന്ന് വേണേൽ പറയാം. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ കണ്ടോ, റോസിനകത്ത് മങ്ങിയ റോസിനകത്ത് ഡാർക്ക് മജന്ത കളറിലുള്ള വരകളാണ്. അതേപോലെ തന്നെ ഇത് ഈ പൂ കണ്ടോ, വിരിഞ്ഞ് തീർന്നിട്ടില്ല. മഞ്ഞയ്ക്കകത്ത് ഇതേപോലെ മജന്ത കളറിലുള്ള വരകളാണ്. അപ്പോൾ പല ഇനം ഇത് കണ്ടോ, ഇതൊരു വ്യത്യസ്തമായ പൂവാണ്. ഇത് കണ്ടോ വ്യത്യസ്തമായ പൂവാണ്. ഇങ്ങനെ പല ഇനത്തിലുള്ള പൂക്കൾ വിരിയാനുണ്ട്. ഇനി ഞാൻ എൻ്റെ മൾട്ടി പെറ്റൽ ആയിട്ടുള്ള ചെടികളെല്ലാം തന്നെ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്, ഇവിടെ വെക്കാൻ ഇടയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ ഇവരെ മാറ്റി വെക്കുവാണേ. ഞാൻ വെയിലത്തോട്ട് തന്നെയാണ് വെക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ദിവസം ആകുമ്പം എങ്ങനെയുണ്ട്. ഇന്ന് നമ്മൾ ചെമ്പരത്തി വരെ മാറ്റി നട്ടു, വളവിട്ടു. ഒരെണ്ണത്തിനെ ഞാൻ വളമിട്ട് കാണിച്ചുള്ളൂ. നിങ്ങളെല്ലാത്തിനും ഞാൻ വളമിടുന്ന കാണിക്കുന്നത് കണ്ടിട്ട് സമയം കളയണ്ട. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ചെത്തികൾ നിൽപ്പുണ്ടേ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഭദ്രകാളി ചെത്തി, അതുപോലെ ആന്ധ്ര ചെത്തി, അതുപോലെ ചന്ദന ചെത്തി, അങ്ങനെ പല ചെത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം നമുക്ക് വെട്ടണം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഇന്നത്തെ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നീളം കൂടിപ്പോകും. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതേപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.